എല്ലാവർക്കും തിരുവാതിര ആശംസകൾ. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര നാളാണ്. ഇന്ന് എല്ലാ സ്ത്രീകളും തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നു. പാർവതി ദേവി പരമശിവന് വേണ്ടി അനുഷ്ഠിച്ച വ്രതമാണ് തിരുവാതിര വ്രതം എന്ന് പറയപ്പെടുന്നു. ദീർഘസുമംഗലി ആയിരിക്കുവാനും ഭർത്താവിൻ്റെ ദീർഘായുസിന് വേണ്ടി അനുഷ്ഠിക്കുന്ന ഒരു വ്രതമാണ് തിരുവാതിര വ്രതം. പെൺകുട്ടികൾ അവർക്ക് നല്ല ഒരു വരനെ കിട്ടാൻ വേണ്ടിയാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. ഇന്ന് തിരുവാതിര ആയതുകൊണ്ട് ഞാനൊരു തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും വായോ. തിരുവാതിരപ്പുഴുക്കിന് ആവശ്യമായ ഒരു കഷ്ണം കാച്ചിൽ, ഒരു കഷ്ണം കപ്പ, 2 നനകിഴങ്ങ്, കുറച്ച് നേന്ത്രക്കായ, ഒരു കഷ്ണം ചേന, 2 ശീമച്ചെമ്പ്, പിന്നെ കുറച്ച് കൂർക്ക എടുത്തിട്ടുണ്ട്. വൻപയർ കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചത് 150 ഗ്രാം. അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച കഷ്ണങ്ങളൊക്കെ വേവിക്കുന്നതിനായി നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയർ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴങ്ങ് വർഗ്ഗങ്ങളല്ലേ, നമ്മുടെ വേവിൽ വ്യത്യാസം വരും. എന്നിട്ട് ഇതിനാവശ്യമായ വെള്ളവും ചേർത്ത് നമ്മൾക്കിത് കുക്കറിൽ വേവിക്കാൻ വെക്കാം. നമ്മൾ അരപ്പിന് വേണ്ട സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 മുറി തേങ്ങ, കുറച്ച് ജീരകം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 5 വെളുത്തുള്ളി അല്ലി, 3 പച്ചമുളക്. അത് എരിവുള്ള മുളകാണ് ഞാൻ എടുത്തത്. കാന്താരി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. ക്രഷാക്കി അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിരിക്കുകയാണ്. നമുക്ക് കഷ്ണങ്ങളെല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനിയും ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പും ഉപ്പും ചേർത്തതിന് ശേഷം ഇത് നന്നായി നമ്മൾക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഈ അരപ്പിൽ പിടിക്കത്തക്കത് നന്നായി നമുക്കിതിനെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നന്നായി ഇളക്കി ഇതെല്ലാം യോജിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം ശരിക്കും നമ്മളുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ ഇത് കറക്റ്റ് സെറ്റായിക്കോളും. ഈ പരുവത്തിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പം നമ്മളുടെ പുഴുക്ക് തണുത്തത് സെറ്റായിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.